രണ്ടുപേരും തമ്മിൽ പാർട്ണർഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കീ റെസ്പോൺസിബിലിറ്റി ഏതൊക്കെ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ് ഈ ഇക്വിറ്റി വീതിക്കുക എന്നുള്ളത്? ആക്ച്വലി ഇക്വിറ്റി വീതിക്കുന്നത് പണത്തൂക്കത്തിലല്ല. ഇക്വിറ്റി വീതിക്കുന്നത് വാട്ട് കൈൻഡ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓൺ വാല്യൂ ദേ ഗിവ് ടു കസ്റ്റമറാണ് എടുക്കേണ്ടത്. പല ആൾക്കാരും കസ്റ്റമർക്ക് എന്ത് മൂല്യം കൊടുക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഇക്വിറ്റി വീതിക്കാൻ തയ്യാറാവില്ല. ഇപ്പോൾ നമ്മളൊരു പാർട്ണർഷിപ്പ് ചെയ്തു, അതിൽ 2, 3, 4 പാർട്ണർമാരുണ്ടായി. അതിൽ ചില പാർട്ട്നേഴ്സ് വന്നിട്ട് ഇതിനകത്ത് അഭിപ്രായം പറയാൻ മാത്രവും യാതൊരു രീതിയിലുള്ള വാല്യൂ അഡീഷനും കസ്റ്റമേഴ്സിന് കൊടുക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരെത്ര പണം കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് വലിയ മൂല്യം തോന്നില്ല. കാരണം പണം എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ യാതൊരു രീതിയിലും അപ്രാപ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. മൂല്യങ്ങളാണ്, ബിസിനസ് മൂല്യങ്ങളും എത്തിക്സുമാണ് നമുക്ക് ഏറ്റവും അപ്രാപ്യമായിട്ടുള്ള കാര്യം. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട് പലർക്കും പറ്റില്ല. പലപ്പോഴും ആ ഒരു ടോൺ നമ്മുടെ പാർട്ട്നേഴ്സായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. പലരും പിന്നീട് അതൊക്കെ പ്രസംഗിക്കും. പക്ഷേ ഒന്നിച്ചു പോകുന്ന സമയത്ത് പലർക്കും അത് ഡൈജസ്റ്റ് ചെയ്യില്ല, പലർക്കും അതിൻ്റെ വാല്യൂ മനസ്സിലാവില്ല. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അവരെല്ലാം ഈ പണത്തൂക്കത്തിൽ മാത്രം കാര്യമായിട്ട് കാണാൻ ശ്രമിക്കും. ഇപ്പോൾ ഏറ്റവും നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പണത്തൂക്ക പ്രകാരം തന്നെ കൈമാറുക, പണത്തൂക്ക പ്രകാരം തന്നെ മാറിപ്പോവുക എന്നുള്ളതാണ്. എപ്പോഴും നിലനിൽക്കുക നിങ്ങൾ എന്താണോ കസ്റ്റമർക്ക് കൊടുത്തത്, നിങ്ങൾ എന്താണോ കസ്റ്റമർക്ക് വേണ്ടി പ്രവർത്തിച്ചത്, നിങ്ങൾ എന്താണോ ആ ഇൻഡസ്ട്രിക്ക് വേണ്ടി പ്രവർത്തിച്ചത്, അത് മാത്രമേ നിലനിൽക്കുള്ളൂ. അതാണ് നിങ്ങളുടെ ലോങ് ടൈം ഇക്വിറ്റി. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അന്ന് നിങ്ങളുടെ കയ്യിലേക്ക് വന്ന് വൈകുന്നേരം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇല്ലാതായി പോകുന്ന മൂല്യം മാത്രമേ ഉള്ളൂ.